നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുട രൂപതയുടെ ഈ വർഷത്തെ കേരള സഭാതാരം പുരസ്കാരത്തിന് അർഹനായി പ്രശസ്ത വചനപ്രഘോഷകൻ ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിൽ വിസി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേട് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ധനമന്ത്രി KN ബാലഗോപാൽ. കൊടകര കുഴൽപ്പണക്കേസ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് ഇരിങ്ങാലക്കുട സെഷൻസ് കോടതി. റഷ്യൻ ആക്രമണം അതിരുകടക്കുന്നു, യുക്രൈൻ ജനതയെ പിന്തുണയ്ക്കുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിയുക്ത ക്യാബിനറ്റ് അംഗങ്ങൾക്ക് ബോംബ് ഭീഷണി. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട രൂപതയുടെ ഈ വർഷത്തെ കേരള സഭാതാരം പുരസ്കാരത്തിന് അർഹനായി പ്രശസ്ത വചനപ്രഘോഷകനും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ സഹസ്ഥാപകനുമായ ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിൽ വിസി. 80കളുടെ അവസാനം മുതൽ ഇപ്പോഴും തുടരുന്ന ആത്മീയ നേതൃത്വത്തിനുള്ള ആദരവിന്റെയും അംഗീകാരത്തിന്റെയും മുദ്രയായിട്ടാണ് ഇരിങ്ങാലക്കുട രൂപത അദ്ദേഹത്തിന് കേരള സഭാതാരം അവാർഡ് സമ്മാനിച്ചത്. ഇതോടൊപ്പം ഇരിങ്ങാലക്കുട രൂപത സേവന പുരസ്കാരത്തിന് സിസ്റ്റർ മേരി പാസ്റ്റർ CHFും ജെറി ജോമോനും അർഹരായി. കേരളത്തിന്റെ ആത്മീയ മണ്ഡലത്തിൽ ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിൽ 4 പതിറ്റാണ്ട് മുമ്പ് തുറന്നുവിട്ട ആത്മീയ കൊടുങ്കാറ്റ് വിൻസെൻഷ്യൻ സന്യാസ സഭയുടെ കീഴിലുള്ള പോട്ട ആശ്രമത്തിലൂടെ ജനലക്ഷങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. പോപ്പുലർ മിഷൻ ധ്യാനം എന്ന ലേബലിൽ പ്രചുര പ്രചാരം ലഭിച്ച പോപ്പുലർ മിഷൻ ധ്യാന ശുശ്രൂഷയ്ക്ക് രൂപഭാവങ്ങൾ പകർന്ന മുഖ്യശില്പിയായ ഫാദർ ജോർജ് പനക്കലിനൊപ്പം ഉണ്ടായിരുന്നത് ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിലായിരുന്നു. പോപ്പുലർ മിഷൻ ധ്യാനം എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉന്നമനത്തിനാണ് ലക്ഷ്യമിടുന്നത്. ഡിവൈനിലെത്തുന്ന ആയിരങ്ങൾക്കായി ഇപ്പോൾ 7 ഭാഷയിൽ ധ്യാനം നടക്കുന്നുണ്ട്. കേരളത്തിന്റെ ആത്മീയ ഭൂമികയിൽ തിരുവചനങ്ങളുടെ ഇളം കാറ്റായി മാറിയ ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിലച്ഛന് ഇരിങ്ങാലക്കുട രൂപത നൽകിയ ആത്മീയതയുടെ അംഗീകാരമാണ് കേരള സഭാതാരം പുരസ്കാരം. ഇരിങ്ങാലക്കുട രൂപതയുടെ സേവന പുരസ്കാരത്തിന് അർഹയായ മദർ മേരി പാസ്റ്റർ സാന്ത്വനവും കരുതലും നൽകി വരുന്ന അമ്മ എന്ന അഭയകേന്ദ്രത്തിന്റെ കോർഡിനേറ്ററാണ്. പുരസ്കാരത്തിന് അർഹയായ ജെറി ജോമോൻ KCYMന്റെയും SMYMന്റെയും നേതൃത്വ നിരയിൽ പ്രവർത്തിച്ച് യുവജനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകിയവരിൽ മുൻനിരയിലാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ ധനവകുപ്പ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക്. കോട്ടക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശം നൽകി. പെൻഷൻ അർഹത സംബന്ധിച്ച അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കുവാൻ ഭരണവകുപ്പുകൾക്കാണ് നിർദ്ദേശം നൽകിയത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ തുടർ നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാനും ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണ പുരോഗതി ഓരോ മാസവും വിലയിരുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോട്ടക്കൽ നഗരസഭയിലെ 7ാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ പരിശോധന വിഭാഗം നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണം. 7ാം വാർഡിലെ 42 ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച പരിശോധനയിൽ 38 പേരും അനർഹരാണെന്ന് കണ്ടെത്തിയിരുന്നു. ഒരാൾ മരണപ്പെട്ടു. BMW കാർ ഉടമകൾ ഉൾപ്പെടെ പെൻഷൻ പട്ടികയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയത്. ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എയർ കണ്ടീഷണർ ഉൾപ്പെടെ സുഖ സൗകര്യങ്ങളുമുണ്ട്. ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ പറ്റുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നു. മിക്കവരുടെയും വീട് 2000 ചതുരശ്ര അടിത്തറ വിസ്തൃതിയിലും കൂടുതൽ വലിപ്പമുള്ളതാണെന്നും കണ്ടെത്തി. ഒരു വാർഡിൽ ഇത്തരത്തിൽ കൂട്ടത്തോടെ അനർഹർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നിൽ അഴിമതിയും ഗൂഢാലോചനയും ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് ധനവകുപ്പ് പരിശോധന വിഭാഗം റിപ്പോർട്ട് ചെയ്തത്. കോട്ടക്കൽ നഗരസഭയിലെ മുഴുവൻ സാമൂഹ്യ സുരക്ഷാ ഗുണഭോക്താക്കളുടെയും അർഹത സംബന്ധിച്ച പരിശോധന നടത്താനും തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ആവശ്യപ്പെട്ടു. ഇത്തരം പരിശോധന സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കും. അനർഹരായ മുഴുവൻ പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ബാങ്ക് അക്കൗണ്ട് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച് കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തൽ നടത്താൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകും. കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് ഇരിങ്ങാലക്കുട സെഷൻസ് കോടതി. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലെ മുൻ സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം തുടരന്വേഷണത്തിന് അനുമതി തേടിയിരുന്നു. അന്വേഷണ സംഘത്തലവനായ DYSP VK രാജുവാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ MK ഉണ്ണികൃഷ്ണൻ വഴി കോടതിയെ സമീപിച്ചത്. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയാണ് കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് അനുമതി നൽകിയത്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം.
കൊടകരയിൽ കുഴൽപ്പണമായി എത്തിയത് BJPയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടാണെന്നായിരുന്നു സതീഷിന്റെ വെളിപ്പെടുത്തൽ. താൻ ഇതിന് സാക്ഷിയാണെന്നും ചാക്കുകെട്ടുകളിലാണ് പണം കൊണ്ടുവന്നതെന്നും സതീഷ് വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണ സാധ്യതയ്ക്കായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. കൊടകര കുഴൽപ്പണ കേസ് നടക്കുന്ന 2021 BJPയുടെ തൃശൂർ ഓഫീസിൽ സെക്രട്ടറിയായിരുന്നു സതീഷ്. BJP ജില്ലാ ഭാരവാഹികൾ വിളിച്ച് ജില്ലാ ഓഫീസിലേക്ക് ചില മെറ്റീരിയലുകൾ വരുന്നുണ്ടെന്ന് അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജില്ലാ ഓഫീസിലെത്തിയത്. ധർമ്മരാജൻ എന്നയാളാണ് പണം എത്തിച്ചത്. 6ഓളം ചാക്കുകെട്ടുകൾ ഉണ്ടായിരുന്നു. പണമാണെന്ന് ആദ്യം മനസ്സിലായിരുന്നില്ല. പണം കൊണ്ടുവന്നവർക്ക് മുറിയെടുത്ത് നൽകിയത് ഞാനാണ്. ആ പണം പിന്നീട് കൊടകരയിലേക്ക് കൊണ്ടുപോയി എന്നായിരുന്നു തിരൂർ സതീഷ് വെളിപ്പെടുത്തിയത്. കൊടകര കള്ളപ്പണക്കേസിൽ പ്രധാന ആരോപണം നേരിടുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സുരേന്ദ്രനെ പ്രതി ചേർക്കാതെ മൊഴിയെടുക്കുക മാത്രമായിരുന്നു ചെയ്തത്. അത് എനിക്കറിയാവുന്ന കാര്യങ്ങളും എനിക്കുള്ള തെളിവുകളും ഞാൻ നാളെ പോലീസ് ക്ലബ്ബിൽ പോലീസിന് ഞാൻ കൈമാറും. അപ്പോൾ പോലീസാണ് അത് തീരുമാനിക്കേണ്ടത്. ഞാൻ പറയുന്ന കാര്യങ്ങളനുസരിച്ചിട്ട് ഇപ്പം ഞാൻ പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ തുടരന്വേഷണം. അപ്പോൾ ആ തുടരന്വേഷണത്തിന് ഏതെല്ലാം രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഉപകാരപ്രദമാകുന്നെങ്കിൽ അതനുസരിച്ചിട്ട് പോലീസ് ആ കാര്യങ്ങൾ നോക്കുന്നതാണ് എൻ്റെ വിശ്വാസം. റഷ്യൻ ആക്രമണം അതിരുകടന്നതാണെന്നും യുക്രൈൻ ജനതയെ പിന്തുണയ്ക്കണമെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ. യുക്രൈനിലെ വൈദ്യുതി ഉൽപാദന മേഖല ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ ആക്രമണത്തിലാണ് ബൈഡന്റെ പ്രതികരണം. ആക്രമണം അതിര് കടക്കുന്നതാണെന്നും റഷ്യക്കെതിരായ പ്രതിരോധത്തിൽ യുക്രൈൻ ജനതയെ പിന്തുണയ്ക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിതെന്നും ബൈഡൻ പറഞ്ഞു. 200ഓളം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് റഷ്യ യുക്രൈനിന്റെ വൈദ്യുതി ഉൽപാദന ഗ്രിഡ് തകർത്തത്. 1 ദശലക്ഷം ആളുകളുടെ വൈദ്യുതി ഇല്ലാതാക്കിയ അതിശക്തമായ ആക്രമണം എന്നാണ് ബൈഡൻ ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ ദിവസം യുക്രൈൻ ജനതയ്ക്കുള്ള തന്റെ സന്ദേശം വ്യക്തമാണെന്നും US നിങ്ങളോടൊപ്പം നിൽക്കുന്നുവെന്നും ബൈഡൻ പറഞ്ഞു. യുക്രൈനെ ഇരുട്ടിലാക്കി റഷ്യയുടെ കനത്ത മിസൈൽ ആക്രമണം നടന്നത് കഴിഞ്ഞ ദിവസമാണ്. യുക്രൈനിലെ വൈദ്യുതി വിതരണ ശൃംഖലയ്ക്കു നേരെ റഷ്യ നടത്തിയ രൂക്ഷമായ മിസൈൽ ആക്രമണമാണ് രാജ്യത്തെ വൈദ്യുതി വിതരണം പ്രതിസന്ധിയിലാക്കിയത്. രാജ്യത്തെ ഊർജ വിതരണ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം നടത്തുന്നതെന്നും 100ഓളം ഡ്രോണുകളും 90ലധികം മിസൈലുകളും ഉപയോഗിച്ചാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ റഷ്യ ആക്രമണം നടത്തിയതെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. കീവ്, ഒഡേസ, ഖാർക്കീവ് തുടങ്ങിയ നഗരങ്ങളിലാണ് മിസൈൽ ആക്രമണമുണ്ടായതെന്നാണ് റിപ്പോർട്ട്. ഏകദേശം 9.5 മണിക്കൂറോളം ആക്രമണം നീണ്ടുനിന്നതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. യുക്രൈനിലെ 12 മേഖലകളെയെങ്കിലും മിസൈൽ ആക്രമണം ബാധിച്ചിട്ടുണ്ടെന്നും അതിനാൽ അടിയന്തരമായി വൈദ്യുതി മുടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും യുക്രൈൻ ഊർജ വിതരണ വകുപ്പ് മന്ത്രി ഹെർമൻ ഹാലുഷ്ചെങ്കോ അറിയിച്ചു. തങ്ങളുടെ ഊർജ വിതരണ സംവിധാനത്തെയാണ് റഷ്യ ലക്ഷ്യമിടുന്നതെന്ന സംഭവത്തിന് പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ടെലിഗ്രാമിലൂടെ പ്രതികരിച്ചു. അടുത്തിടെ റഷ്യൻ ആക്രമണത്തെ തുടർന്ന് യുക്രൈനിലെ ഏറ്റവും വലിയ സ്വകാര്യ ഊർജ വിതരണ കമ്പനിയായ DTEKയുടെ തെർമൽ പ്ലാന്റിന്റെ പ്രവർത്തനവും താറുമാറായിരുന്നു. ഇതേ തുടർന്ന് വൈദ്യുതി വിതരണത്തിൽ വൻ പ്രതിസന്ധിയാണ് നേരിട്ടത്. 2022 റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം 200ഓളം തവണയാണ് DTEKയുടെ വിവിധ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണമുണ്ടായത്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അരുൺ K. വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴിയെടുത്തത്. ഒരു തെറ്റുപറ്റി എന്ന് ADM തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴി നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുവാനാണ് വീണ്ടും മൊഴിയെടുത്തത്. ADM നവീൻ ബാബു തെറ്റുപറ്റിയെന്ന് തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴിക്കെതിരെ കുടുംബം രംഗത്ത് എത്തിയിരുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ രക്ഷിക്കാൻ കളക്ടർ കൂട്ടുനിൽക്കുകയാണെന്നായിരുന്നു ആരോപണം. ഇതേ ആരോപണം ഹൈക്കോടതിയിലും കുടുംബം ആവർത്തിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും മൊഴി എടുത്തത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ പോയതിന് പിറകെയാണ് നടപടി. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിലും കളക്ടർ സമാന മൊഴി നൽകിയിരുന്നു. അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ കളക്ടർ തന്നെ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ഇക്കാര്യം ഇല്ലായിരുന്നു. ഒക്ടോബർ 22-നാണ് പോലീസ് കളക്ടറുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തിയത്. അന്ന് നൽകിയ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചത്. അതിനിടെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ സംസ്ഥാന പോലീസിനെ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ADMന്റേത് ആത്മഹത്യയല്ല,
കൊലപാതകമാണെന്നും പ്രതിയായ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിനെ വ്യഗ്രതയെന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ പറഞ്ഞു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച സിംഗിൾ ബെഞ്ച് മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിനോടും CBIയോടും ആവശ്യപ്പെട്ടു. അതിനിടെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമെന്ന കുടുംബത്തിന്റെ ആവശ്യം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളി. CBI അന്വേഷണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ പാർട്ടിക്കുണ്ടെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഈ നിലപാടിൽ മാറ്റമില്ല. CBI കൂട്ടിലടച്ച തത്തയാണെന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചു. അതേസമയം പാർട്ടി നവീന്റെ കുടുംബത്തിനൊപ്പമാണെന്നും MV ഗോവിന്ദൻ ആവർത്തിച്ചു. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയെന്ന മന്ത്രി സജി ചെറിയാനെതിരായ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. DGP ഷെയ്ഖ് ദർവേഷ് സിംഗ് സാഹിബാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അന്വേഷണ സംഘത്തെ ക്രൈംബ്രാഞ്ച് തീരുമാനിക്കും. മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എന്താ പറയുന്നത്, പ്രമോദ് നാരായണന്റെ ഭാഷ പറഞ്ഞ ഇച്ചിരി മുക്കും മൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായി കൊള്ളയടിക്കാൻ പറ്റുന്ന ചൂഷണം. ഞാൻ ചോദിക്കട്ടെ, തൊഴിലാളികളുടെ സമരം അംഗീകരിക്കാത്ത നാടാണ് ഇന്ത്യ. മന്ത്രി സജി ചെറിയാനെതിരായ കേസിൽ തുടരന്വേഷണം വേണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. സജി ചെറിയാനെതിരെ കുറ്റം നിലനിൽക്കില്ലെന്ന പോലീസ് റിപ്പോർട്ടും ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് റിപ്പോർട്ടും തള്ളിക്കൊണ്ടാണ് തുടരന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിലെ വിശ്വസ്തതയുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ പാളിച്ചകളാണ് സംഭവിച്ചിട്ടുള്ളത്. കൃത്യമായ മൊഴി രേഖപ്പെടുത്തുകയോ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തില്ല. വേദിയിലുണ്ടായിരുന്നവരുടെ മൊഴികൾ മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനിടെ സജി ചെറിയാൻ അപ്പീൽ സാധ്യതയിൽ നിയമോപദേശം തേടി. അപ്പീലിനെ സാധ്യതയില്ലെന്നാണ് നിയമോപദേശമെന്നാണ് സൂചന. വീണ്ടും കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റാൽ രാജി ആവശ്യത്തിന് ശക്തിയേറും. സജി ചെറിയാനെ സഹായിക്കാൻ അന്വേഷണം വൈകിപ്പിക്കുന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് പാനലിനെ കാത്തുനിൽക്കാതെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞ ദിവസം DGP ഉത്തരവിറക്കിയത്. ആദ്യ അന്വേഷണത്തിലെ പോരായ്മകൾ അക്കമിട്ട് നിരത്തിയായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. അതിനാൽ മന്ത്രിയെ വെള്ളപൂശിയുള്ള റിപ്പോർട്ടായിരിക്കുമോ, കുറ്റപത്രം നൽകി ഇനി മന്ത്രി നിയമപരമായി നോക്കട്ടെ എന്ന നിലപാടായിരിക്കുമോ ക്രൈംബ്രാഞ്ചിൽ നിന്നും ഉണ്ടാവുകയെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ നടന്ന ഒരു പൊതുചടങ്ങിനിടെ ഭരണഘടനയെ വിമർശിക്കുന്ന തരത്തിൽ സജി ചെറിയാൻ സംസാരിച്ചുവെന്ന പരാതിയാണ് വിമർശനങ്ങൾക്ക് വഴി തുറന്നത്. സംഭവം വലിയ വിവാദമായതോടെ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കുറ്റവിമുക്തനായതോടെ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയായിരുന്നു. സാങ്കേതിക സർവകലാശാല താൽക്കാലിക VC നിയമനത്തിന് സ്റ്റേയില്ല. സർക്കാരിന്റെ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് നൽകുവാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. സർവകലാശാലയിൽ VC ഇല്ലാത്ത അവസ്ഥ അനുവദിക്കാനാവില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഹർജിയിൽ ഡോക്ടർ K ശിവപ്രസാദിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നോട്ടീസ് അയച്ചു. We had gone seeking clarification and High Court said that in the light of the Kannur University judgment, the Chancellor has every authority to act in accordance in the light of the judgment of the Supreme Court and UGC regulations. Read the judgment. It has been given only day before yesterday. Why I was waiting for last more than a month? It was only after it was clarified by the Honorable High Court that we have appointed the two men yesterday. കഴിഞ്ഞ ദിവസമാണ് സാങ്കേതിക സർവകലാശാല താൽക്കാലിക VC-യായി ഡോക്ടർ K ശിവപ്രസാദിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിക്കുന്നത്. ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. സർക്കാർ പട്ടികയിൽ നിന്ന് നിയമനം വേണമെന്ന സർവകലാശാല ചട്ടം ഗവർണർ ലംഘിച്ചുവെന്നാണ് സർക്കാർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ സർക്കാർ നൽകിയ പട്ടികയിൽ യോഗ്യതയുള്ളവർ ഉണ്ടായിരുന്നില്ലെന്നാണ് ഗവർണർ കോടതിയിൽ വ്യക്തമാക്കിയത്. സർവകലാശാലയിലെ ഭരണസ്തംഭനം ഒഴിവാക്കാനാണ് താൽക്കാലിക ചുമതല നൽകിയതെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടിയിരുന്നു. സാങ്കേതിക സർവകലാശാലയിൽ സർക്കാർ പാനൽ വെട്ടിയായിരുന്നു
ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വന്തം നിലയ്ക്ക് VCയെ നിയമിച്ചത്. മുൻ VC സജി ഗോപിനാഥ് സ്ഥാനമൊഴിഞ്ഞ് 1 മാസം തികയുന്ന ദിവസമായിരുന്നു ഗവർണർ പകരം ചുമതലക്കാരനെ കണ്ടെത്തിയത്. നേരത്തെ സജി ഗോപിനാഥ് വിരമിക്കുന്നതിന് തൊട്ടുമുൻപ് സർക്കാർ പുതിയ പാനൽ ലിസ്റ്റ് ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഗവർണർ ഇത് തള്ളുകയായിരുന്നു. സാങ്കേതിക സർവകലാശാല നിയമപ്രകാരം താൽക്കാലിക VC നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് ആകണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട്. ഇക്കാര്യത്തിൽ ഗവർണർ നൽകിയ ഹർജിയിൽ ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം വ്യക്തത വരുത്തിയതുമാണ്. എന്നിട്ടും ഉത്തരവ് മറികടന്ന് ഗവർണർ നിയമനം നടത്തുകയായിരുന്നു. ഇതിനൊപ്പമാണ് ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VCയായി ഡോക്ടർ സിസ തോമസിനെയും നിയമിച്ചത്. എന്നാൽ ഇതിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു രംഗത്തെത്തിയിരുന്നു. VC നിയമനം നിയമവിരുദ്ധമെന്നും ചാൻസലറുടെ പ്രീതി അനുസരിച്ച് നിയമനം നടത്തിയെന്നും മന്ത്രി ബിന്ദു പ്രതികരിച്ചു. ഹൈക്കോടതി വിധിക്ക് വിരുദ്ധമായാണ് ഗവർണറുടെ നീക്കമെന്നും മന്ത്രി വിമർശിച്ചു. സർക്കാർ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി R ബിന്ദു കൂട്ടിച്ചേർത്തു. VC ഇല്ലാതെ ഒഴിവുണ്ണി കിടക്കുന്നു എന്നുള്ള പ്രശ്നം പരിഗണിച്ചാണ് സ്റ്റേ നൽകാതിരുന്നിട്ടുള്ളത്. KTUവിൻ്റെ ആക്ടിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന പാനലിൽ നിന്നായിരിക്കണം നിയമനം എന്നുള്ളത്. അപ്പം അതിൽ നിന്ന് വിരുദ്ധമായ നിലയിലാണ് ഇപ്പോൾ ഈ നിയമനം നടന്നിട്ടുള്ളത്. അത് തീർച്ചയായും പാർശ്വവർത്തികളെ ചാൻസലറായി നിയമിക്കുക, വൈസ് ചാൻസലറായി നിയമിക്കുക എന്നുള്ളൊരു രീതിയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അത് തീർച്ചയായിട്ടും ശരിയായൊരു കാര്യമല്ല. നമ്മുടെ സർവകലാശാലകൾ ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. അതിൽ നിന്നുള്ള ഒരു വ്യതിചലനം ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിനെതിരെ മൊഴി നൽകിയ നടി സുപ്രീം കോടതിയിൽ. ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരായി മൊഴി നൽകിയത് അക്കാദമിക താൽപര്യം കാരണമാണെന്നും കേസുമായി മുന്നോട്ടു പോകുവാൻ താൽപര്യമില്ലെന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ നടി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനുള്ള കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് നടി സുപ്രീം കോടതിയെ സമീപിച്ചത്. താൻ ഹേമ കമ്മിറ്റിയോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിക്കുന്ന തുടർ നടപടികൾ ഉടൻ സ്റ്റേ ചെയ്യണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു. എന്നിട്ടും തന്റെ മൊഴിയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ആളുകളെ പോലും പോലീസ് ചോദ്യം ചെയ്യലിന്റെ പേരിൽ വിളിച്ചു വരുത്തുന്നുവെന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്. സർക്കാരിനെ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി മാത്രമാണ് താൻ ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയത്, അല്ലാതെ ക്രിമിനൽ കേസിന് വേണ്ടി അല്ലെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അഭിഭാഷകൻ ആബിദ് അലിബീരാനാണ് നടിയുടെ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി വിധിക്കെതിരെ സിനിമാ മേഖലയിലെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നൽകിയ ഹർജിയും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത് ആബിദ് അലിബീരാനാണ്. ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ടു പോകാൻ ഇരകൾക്ക് താൽപര്യമില്ലെങ്കിലും കുറ്റവാളികളെ വെറുതെ വിടാനാകില്ലെന്ന് വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത 18 കേസുകളിൽ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മറ്റ് 8 കേസുകളിലെ പ്രതികളുടെ പേര് FIRൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ 40 സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുവാനാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചത്. അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിയുക്ത ക്യാബിനറ്റ് അംഗങ്ങൾക്ക് ബോംബ് ഭീഷണി ലഭിച്ച സംഭവത്തിൽ FBI അന്വേഷണം തുടങ്ങി. ട്രംപിന്റെ വൈറ്റ് ഹൌസ് ടീമിനായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നേരെയാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. വിവിധ വകുപ്പുകളെ നയിക്കുവാൻ ട്രംപ് തെരഞ്ഞെടുത്ത 9 പേർക്ക് ഭീഷണി സന്ദേശം കിട്ടിയിട്ടുണ്ട്. ഭീഷണി സന്ദേശം ലഭിച്ചതിനു പിന്നാലെ എല്ലാവരുടെയും സുരക്ഷ വർദ്ധിപ്പിച്ചതായി FBI അറിയിച്ചു. നിലവിൽ ഇവർക്ക് വലിയ സുരക്ഷ ഉണ്ടായിരുന്നില്ല. ബോംബ് ഭീഷണി സന്ദേശങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനായുള്ള അന്വേഷണം ഊർജിതമാണെന്നും വൈകാതെ തന്നെ പ്രതികൾ പിടിയിലാകുമെന്നും FBI അധികൃതർ പറഞ്ഞു. ഇതിനിടെ നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിചയസമ്പന്നനും ബുദ്ധിമാനുമായ രാഷ്ട്രീയക്കാരനാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചു. എന്നാൽ വധശ്രമത്തിന് ശേഷം ട്രംപ് സുരക്ഷിതനാണെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വഴിത്തിരിവുകൾ ഞെട്ടിച്ചെന്നും പുടിൻ പറഞ്ഞു. അതിനിടെ US പ്രധാന വ്യാപാര പങ്കാളികളായ ചൈന, മെക്സിക്കോ,
കാനഡ എന്നീ രാജ്യങ്ങൾക്ക് ഇറക്കുമതി ചുങ്കം ഉയർത്താനുള്ള ഉത്തരവിൽ ജനുവരി 20 ഒപ്പുവെക്കുമെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ജനുവരി 20 US പ്രസിഡന്റായി ട്രംപ് സ്ഥാനമേൽക്കുന്നത്. ട്രംപിന്റെ ആദ്യ തീരുവ പദ്ധതിയിൽ ഇന്ത്യയില്ല. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള എല്ലാ ഇറക്കുമതി സാധനങ്ങൾക്കും 25% അധികം ചുങ്കം കൂടാതെ ചൈനയിൽ നിന്നുള്ള ഇൻബൗണ്ട് ഷിപ്മെന്റുകൾക്ക് 10% അധികം തീരുവ ചുമത്തുമെന്നും പ്രഖ്യാപിച്ചു. ചൈനയിൽ നിന്നുള്ള സിന്തറ്റിക് ഓപ്പിയോയിഡ് ഫെന്റനലിന്റെ കള്ളക്കടത്ത് ചൈനീസ് സർക്കാർ തടയുന്നതുവരെ അധിക തീരുവ ഈടാക്കും. ഈ നടപടികൾ മയക്കുമരുന്ന് കടത്ത്, കുടിയേറ്റക്കാരുടെ വരവ് എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ തടയാൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് ഇൻകമിംഗ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നു. ട്രംപിന്റെ ആദ്യ ഉത്തരവിൽ ഇന്ത്യയില്ലാത്തത് രാജ്യത്തിന് ആശ്വാസം നൽകുന്നു. US ഇന്ത്യയുടെ വലിയൊരു വ്യാപാര പങ്കാളിയാണ്. $190 മില്യൺ വ്യാപാരമാണ് ഓരോ വർഷവും നടത്തുന്നത്. ഡൽഹിയിൽ വായു മലിനീകരണ നിയന്ത്രണത്തിനായി ഗ്രേഡർ റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ 4 അനുസരിച്ചുള്ള നടപടികൾ ഡിസംബർ 2 വരെ തുടരുവാൻ നിർദ്ദേശിച്ച് സുപ്രീം കോടതി. തിങ്കളാഴ്ച ചേരുന്ന കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് യോഗത്തിൽ GRAP 3ലേക്കോ 2ലേക്കോ ചുരുക്കിക്കൊണ്ടുവരുന്നതിൽ തീരുമാനമെടുക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഡൽഹിയിൽ GRAP 4-3 നടപടികൾ ഒരുമിച്ച് നടപ്പിലാക്കുന്ന കാര്യം വായു ഗുണനിലവാര മാനേജ്മെന്റ് കമ്മീഷൻ ആലോചിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിൽ കടുത്ത വീഴ്ചയുണ്ടായതായി സുപ്രീം കോടതി വിമർശിച്ചു. ട്രക്കുകൾ, മറ്റ് അന്തർ സംസ്ഥാന വാഹനങ്ങൾ തുടങ്ങിയവയ്ക്ക് ഡൽഹിയിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതിൽ പാളിച്ചകളുണ്ടായെന്ന് കോർട്ട് കമ്മീഷണറുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി വ്യക്തമാക്കി. GRAP 4 പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴാണിതെന്നും കോടതി പറഞ്ഞു. വീഴ്ച സംബന്ധിച്ച് ഡൽഹി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായും CAQM സുപ്രീം കോടതിയെ അറിയിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് GRAP 4 നിലവിൽ വരുന്നതോടെ തൊഴിൽ ഇല്ലാതാകുമ്പോൾ നൽകാൻ നീക്കിവെച്ച തുക നൽകിയിട്ടില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. ക്ഷേമ പദ്ധതികൾ തടസ്സമില്ലാതെ തുടരണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഉപഗ്രഹ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 4 മണിക്ക് ശേഷം കാർഷികാവശിഷ്ടങ്ങൾ കത്തിക്കാൻ പഞ്ചാബ് അധികൃതർ ആവശ്യപ്പെട്ടെന്ന മാധ്യമ റിപ്പോർട്ടിനെ പറ്റിയും സുപ്രീം കോടതി പരാമർശിച്ചു. മാധ്യമ റിപ്പോർട്ട് ശരിയാണെങ്കിൽ കർഷകർ ഇത്തരം നടപടി സ്വീകരിക്കുന്നത് അനുവദിച്ച് കൊടുക്കാനാകില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. വായു മലിനീകരണം നിയന്ത്രിക്കാനുള്ള നടപടിക്രമങ്ങളാണ് GRAP അഥവാ ഗ്രനേഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ. GRAP 4 നിലനിൽക്കുമ്പോൾ ട്രക്കുകൾക്കും മറ്റ് അന്തർ സംസ്ഥാന വാഹനങ്ങൾക്കും നഗരത്തിൽ പ്രവേശിക്കുന്നതിനെ വിലക്കും കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണവുമുണ്ട്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.